കർത്താവിൻ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൻ പോരാട്ടം എന്ന അതിപ്രധാനമായ ഒരു വിഷയത്തെ ആധാരമാക്കിയാണ്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് 9ാമത്തെ പാഠമാണ്. ദൈവിക ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിനായി 2 പാസ്റ്റർമാർ നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെ ഏവരെയും ഈ ആഴ്ചത്തെ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് പാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. വളരെ നന്ദി. പാസ്റ്റർ വി എം ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും വളരെ സ്നേഹത്തോടെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. ഈ പാഠം, ഈ ആഴ്ചത്തെ പാഠത്തിൽ പ്രധാനമായും പ്രതിദാനം ചെയ്യുന്നതായ കാരണം ദൈവത്തിൻ്റെ സമാഗമന കൂടാരം, ദൈവത്തിൻ്റെ നിയമം, ശബത്ത്, മൃഗത്തിൻ്റെ അടയാളം, വരാനിരിക്കുന്നതായ പ്രതിസന്ധി ഇത്യാദി കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ക്രിസ്തീയ ഭക്തൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് നാം ഈ ആഴ്ച പഠിക്കുന്നത്. മനപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യമാണ്. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യം ഉള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. പാസ്റ്റർ ബിനോയ്, നാം സ്വർഗീയ സമാഗമന കൂടാരത്തെക്കുറിച്ച് ധാരാളം പഠിക്കുകയും വ്യായാമം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ സ്വർഗത്തിൽ ഒരു സമാഗമന കൂടാരമുണ്ട് എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലും അതുപോലെ തന്നെ മോശയ്ക്ക് സ്വർഗത്തിലുള്ളതായ സമാഗമന കൂടാരത്തിൻ്റെ മാതൃക പ്രകാരം ഭൂമിയിൽ പണിയുന്നതിന് വേണ്ടിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിലൊരു സമാഗമന കൂടാരമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ സ്വർഗീയ സമാഗമന കൂടാരത്തിനുള്ളിൽ ഉള്ളതായ സാധനങ്ങൾ, സംഭവങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും? വെളിപ്പാട് 11-ാം അധ്യായം 19-ാം വാക്യം, സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, നിയമപ്പെട്ടകം പ്രത്യക്ഷമായി, മിന്നലും നാദവും ഇടിമുഴക്കവും ഉണ്ടായി എന്ന് പറയുകയാണ്. അതാണ് വാക്യം. ഇനി പുറപ്പാട് 16 സാക്ഷ്യം പെട്ടകത്തിനുള്ളിൽ വയ്ക്കുക. ദൈവം മോശയ്ക്ക് എഴുതി കൊടുത്ത ഈ കൽപ്പന ഭൂമിയിലെ കൂടാരത്തിലെ നിയമപ്പെട്ടകത്തിനുള്ളിൽ വയ്ക്കാൻ ആവശ്യപ്പെടുന്നു. ഇനി 31-18 ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയത് ഈ നിയമപ്പെട്ടകത്തിനുള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് മോശയുടെ കയ്യിൽ കൊടുക്കുന്നു എന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അതെവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ സ്വർഗത്തിൽ സമാഗമന കൂടാരത്തിൽ ഈ നിയമപ്പെട്ടകം കാണുന്നു. അതിനകത്തുള്ളത് ദൈവത്തിൻ്റെ 10 കൽപ്പന ആണ്. അതിന് ഒരു ചെറിയ ഉദാഹരണമായിട്ട് ട്രഡീഷൻ പറയുന്നത് സംഖ്യാപുസ്തകം 15:38-39 ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്നു, നിങ്ങളുടെ ഉടുപ്പിൻ്റെ തലയിൽ നീല ചരട് കെട്ടണം എന്ന് പറയുന്നുണ്ട്. ഈ നീല ട്രഡീഷൻ പറയുന്നത് അത് സഫയർ ബ്ലൂ സ്റ്റോണിൽ, നീല കല്ലിലാണ് അത് എഴുതിയത്. ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ സിംഹാസനം നീലത്തിൽ ആണ് എന്നാണ് വേദപുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ. അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, കൃപാസനത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേലിനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനം ഈ കൽപ്പനകളുടെ പുറത്താണ് ഇരിക്കുന്നത്. ദൈവം വസിക്കുന്നത് ആ നീതി, ആ സ്വഭാവത്തിൻ്റെ പുറത്താണ്. അത് എപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പാസ്റ്റർ, ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ സ്വർഗീയ സമാഗമന കൂടാരത്തിലെ പെട്ടകത്തിനകത്തുണ്ട് എന്നാണ് നാം ഇപ്പോൾ അല്പം മുൻപ് പാസ്റ്റർ ബിനോയിൽ നിന്ന് കേട്ടത്. വേദപുസ്തകം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ 10 കൽപ്പന ദൈവവുമായി നിരന്നുകൊള്ളുന്നതിനും ന്യായവിധി സമയത്ത് നാം ദൈവഭാഗത്താണെന്ന് കാണിക്കുന്നതിനും ഈ 10 കൽപ്പനകൾ അനുസരിക്കുന്നത് എത്രമാത്രം പ്രധാനമർഹിക്കുന്നതാണ്? വേദോസം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുകയാണ്, ദൈവം ന്യായം വിധിക്കുന്നതിൻ്റെ മുകളിൽ മാനദണ്ഡം എന്ന് പറയുന്നത് 10 കൽപ്പനകളാണ്. അപ്പോൾ ആ 10 കൽപ്പനകളാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം നമുക്ക് കാണുന്ന സ്വർഗീയ മന്ദിരത്തിലുള്ള ആ പെട്ടകത്തിലും ഇത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ പാസ്റ്റർ ബിനോയ് പറഞ്ഞ പോലെ അതിനകത്ത് സുരക്ഷിതമാണ്. വേദോസം പറയുന്നത് അത് നിൻ്റെ കൽപ്പനകൾ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുമെന്ന്. ആ സ്ഥിരമായ കൽപ്പനകൾ ഭൂമിയിൽ അനുസരിക്കേണ്ടത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അപ്പോൾ അതനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളത്. അതല്ലാത്തവർക്ക് അവരെ ദൈവം ന്യായവിധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ ക്രിസ്തുവിൻ്റെ ആ ന്യായപ്രമാണം അത് ദൈവമായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷയിലായിരിക്കുവാൻ വേണ്ടി അത് നമ്മുടെ ഹൃദയങ്ങൾ എഴുതണം എന്നും കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ കൽപ്പനകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും.
പാസ്റ്റർ ബിനോയ്, നാം അനേക ക്രൈസ്തവ സഹോദരന്മാരോട് സംസാരിക്കുമ്പോൾ ദൈവവചനം പ്രമാണിക്കണം, ദൈവകൽപ്പന പ്രമാണിക്കണം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ ശബത്ത് ആചരിക്കാനുള്ളതാണ് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടെ അത് നീങ്ങിപ്പോയി, അത് ഇനി ആവശ്യമില്ല, ക്രിസ്തു അത് നീക്കിക്കളഞ്ഞു എന്നുള്ളതായ ധാരാളം ഉപാധികൾ പറയുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. വാസ്തവമായി എന്താണ് അതിൻ്റെ വാസ്തവം? നാം 10 കൽപ്പന അനുസരിക്കാൻ ഇപ്പോഴും ബാധ്യസ്ഥരാണോ? തീർച്ചയായിട്ടും നമ്മൾ 10 കൽപ്പന അനുസരിക്കേണ്ടതായിട്ടുണ്ട്. ഈ പാഠത്തിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ സ്വർഗത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് ഈ ദൈവത്തിൻ്റെ സിംഹാസനം പോലും ഈ നിയമകൽപ്പലകകളുടെ പുറത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്, ദൈവത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ നിയമവ്യവസ്ഥയാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. തെറ്റേതാണ് ശരിയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ടാണ് സ്വന്തം വിരലിൽ കർത്താവ് എഴുതിയത്. അതാർക്കും മായ്ക്കാൻ കഴിയത്തില്ല, അതാർക്കും തിരുത്താൻ കഴിയത്തില്ല. അത് ദൈവത്തിൻ്റേതായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ സ്വഭാവം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യക്തിയുടെ സ്വഭാവം മാറിക്കഴിഞ്ഞാൽ ആ വ്യക്തിത്വമില്ല. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഈ സ്വഭാവം മാറ്റിയാൽ പിന്നെ ഈ വേദപുസ്തകം പറയുന്ന ഒരു കാര്യത്തിനും അടിസ്ഥാനമില്ലാതെയാകും. അത് ദൈവമില്ല എന്ന് പറയുന്നതിന് തുല്യമാകും. അതുകൊണ്ട് കൽപ്പന മാറിപ്പോയി. കർത്താവായ യേശുക്രിസ്തു അതിനെ നിറയ്ക്കുകയാണ് ചെയ്തത്. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്ക് പൂർണ്ണമായി വെളിപ്പെടുത്തി തന്നു. പാപമില്ലാതെ എങ്ങനെ ജീവിക്കാമെന്ന് യേശുക്രിസ്തു കാണിച്ചപ്പോൾ അത് ദൈവകൽപ്പനയുടെ നിറവേറൽ യാഥാർത്ഥ്യമാക്കി കാണിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നിയമരാഹിത്യം എന്ന് പറയുന്നത് ഒരു സംഘടിതമായ ഒരു രാഷ്ട്രത്തിൻ്റെയോ അല്ലെങ്കിൽ നേരായി പോകുന്നതായ ഒരു സംഹിതയുടെയോ ലക്ഷണമല്ല. തീർച്ചയായിട്ടും സംഘടിതമായോ അല്ലെങ്കിൽ പ്ലാൻഡായിട്ടോ പോകേണ്ടുന്നതായ ഒരു സംഘത്തിൻ്റെയോ സംഘടിതമായ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒരു രാഷ്ട്രത്തിൻ്റെയോ നിലനിൽപ്പ് തന്നെ അതിന് മുൻകൂട്ടി എഴുതി തയ്യാറാക്കപ്പെട്ടതായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വ്യവസ്ഥാപിതമായ ഈ അടിസ്ഥാനങ്ങൾ തെറ്റിക്കുമ്പോൾ ആ സംഘടനയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്നതായ തരത്തിലേക്ക് പോകും. ദൈവത്തിൻ്റെ സിംഹാസനം നിലനിൽക്കുന്നത് ഈ ദൈവത്തിൻ്റെ 10 കൽപ്പനയിലാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ 10 കൽപ്പന അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ മാഹാത്മ്യവും നമുക്ക് കൂടുതലായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അതിലുപരി ഈ 10 കൽപ്പനകൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രതിഫലനമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. അത് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും നിങ്ങളെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ ജോസഫ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടെ കൽപ്പനകൾ നീങ്ങിപ്പോയി, മാറിപ്പോയി, തറയ്ക്കപ്പെട്ടു എന്നൊക്കെയുള്ളതായ ധാരാളം കിംവദന്തി നാം കേൾക്കാറുണ്ട്. അപ്പോൾ ഇത് വാസ്തവമല്ല എന്നുള്ളത് ഈ പറയുന്നവർക്കും ഇത് കേൾക്കുന്നതായ നമുക്കും വളരെ നന്നായി അറിയാം. എന്നാൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ടതായ ഒരു നിയമമുണ്ട് എന്ന് വേദപുസ്തകം പറയുന്നു. അത് ഏതാണ്? കൊലോസ്യ ലേഖനം 2-14 വാക്യവും എഫേസ്യ ലേഖനം 2-14 വാക്യത്തിൽ ആണ് ഈ ഇങ്ങനെയുള്ള ആളുകൾ വാദിക്കുന്നതിന് ഉപോത്ബലകമായിട്ടുള്ള വചനങ്ങളുള്ളത്. അതിൽ പറയുന്നത് ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം കർത്താവിന് യേശുക്രിസ്തു ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞു എന്ന് എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നു. വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം നീക്കിക്കളഞ്ഞു എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ന്യായപ്രമാണം എന്ന ന്യായപ്രമാണം എന്ന 10 കൽപ്പനകളാണ്. ആ ന്യായപ്രമാണ ശത്രുത്വമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ധാരാളം പേരങ്ങനെ പറയുന്നത്. എന്നാൽ കർത്താവിന് യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നടന്നിരുന്ന ധാരാളം യാഗാദി കർമ്മങ്ങളുണ്ടായിരുന്നു. ആ യാഗാദി കർമ്മങ്ങളെല്ലാം കർത്താവിന് യേശുക്രിസ്തുവിൻ്റെ കുരിശീകരണത്തോടെ മാറിപ്പോയി. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകൾ ഒരു കാലത്തും മാറുന്നതല്ല. കർത്താവ് തന്നെ പറയുന്ന സങ്കീർത്തനങ്ങൾ നാം വായിക്കുന്നത്, ഞാൻ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയോ അതിനെന്തെങ്കിലും ഭേദം വരുത്തുകയോ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതിന് ഭേദം വരുത്തുകയോ ചെയ്തേയില്ല. അതുപോലെ ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്നേക്ക് സ്ഥിരമായിരിക്കും നാം തിരുവനന്തപുരം പഠിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആർക്കും അത് മാറ്റാൻ സാധ്യമല്ല. കർത്താവിന് യേശുക്രിസ്തു സ്വന്തം വിരലുകൊണ്ട് എഴുതുക ആയതുകൊണ്ട് അത് ആർക്കും മാറ്റാൻ അവകാശമില്ല. കർത്താവ് മാറ്റിയുമില്ല. കർത്താവ് മാറ്റി എന്ന് പറയുന്നത് ഈ യാഗാദി കർമ്മങ്ങൾ, യാഗ വഴിപാടുകൾ, ഇസ്രായേൽ ജനം നടത്തിയിരുന്ന ധാരാളം യാഗ കർമ്മങ്ങളുണ്ടായിരുന്നു.
ആ യാഗകർമ്മങ്ങളെല്ലാം അത് നീങ്ങിപ്പോയി കർത്താവിൻ്റെ കൃഷികരണത്തോടെ. അതാണ് മാറിപ്പോയ കൽപ്പനകൾ. അല്ലാതെ ദൈവത്തിൻ്റെ 10 കൽപ്പന ന്യായപ്രമാണമല്ല. മോശയാൽ വിരചിതമായ അവരുടെ എന്താണ് ശിക്ഷാവിധികളും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും, ഒരുവൻ പാപം ചെയ്താൽ എന്തെല്ലാം ചെയ്യണം, ഇങ്ങനെയുള്ള ബന്ധപ്പെട്ട ധാരാളം നിയമങ്ങളുണ്ടായിരുന്നു. അതെല്ലാമാണ് മാറിപ്പോയത്. അല്ലാതെ എന്നാൽ മോശ എഴുതിയ അവരുടെ ആരോഗ്യ നിയമങ്ങളുണ്ടായിരുന്നു. ആ ആരോഗ്യ നിയമങ്ങൾ മാറിപ്പോയിട്ടില്ല. അവരുടെ ഭരണകൂടത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പലതും നീങ്ങിപ്പോയി. ഇങ്ങനെയാണ് അതിൻ്റെ പാപം ചെയ്താൽ എന്ത് ചെയ്യണം എന്നുള്ളതായ നിയമങ്ങളാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി മാറിപ്പോയത്. കാരണം കർത്താവ് യേശു ക്രിസ്തു പാപത്തിൻ്റെ പ്രതിവിധിയായി യാഗമായി തീർന്നു. പാസ്റ്റർ ബിനോയ്, കർത്താവ് യേശു ക്രിസ്തു നൽകിയതായ അഥവാ ദൈവം നമുക്ക് നൽകിയതായ 10 കൽപ്പനകൾ ദൈവത്തിൻ്റെ സ്വഭാവമാണ് എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വഭാവത്തെ അത് പ്രതിഫലിപ്പിക്കുന്നത്? യഥാർത്ഥത്തിൽ പുറപ്പാട് പുസ്തകം 34:5-7 കൽപ്പനകൾ മോശയ്ക്ക് കൊടുക്കുമ്പോൾ തന്നെ ദൈവം പറയുന്നുണ്ട്, ഞാൻ കരുണയും കൃപയുമുള്ളവനാണ്, ദീർഘക്ഷമയും മഹാദയയുമുള്ളവനാണ്, ഞാൻ 1000-1000 ദയ കാണിക്കുന്നവനാണ്, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവനാണ് എന്ന് പറയുകയാണ്. അതായത് ഈ കൽപ്പന കൊടുക്കുമ്പോൾ തന്നെ കർത്താവ് അവൻ്റെ സ്വഭാവം പറയുന്നു. ഇനി റോമർ 7:11-12 ന്യായപ്രമാണം വിശുദ്ധമാണ്, ദൈവം വിശുദ്ധമാണ്. ഇനി കൽപ്പന വിശുദ്ധമാണ്, ദൈവവും വിശുദ്ധമാണ്. ന്യായപ്രമാണം നല്ലതാണ്, അനുസരിക്കാൻ നല്ലത് തന്നെ. ന്യായപ്രമാണം ആത്മീകമാണ്, കർത്താവും ആത്മീകനാണ്. സങ്കീർത്തനം 19:7-11 പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണത്തെ തികവുള്ളത്, പെർഫെക്റ്റ്. അങ്ങനെ ഒരാൾ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അത് പ്രാണനെ തണുപ്പിക്കുന്നതാണ്, അത് സൗഖ്യവും സത്യവും വിശ്വാസവുമാകുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ സത്യമാണ്, ഞാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ്. അങ്ങനെ നിർമ്മലമായതാണ്, അത് എന്നേക്ക് നിലനിൽക്കുന്നതാണ്, അത് നീതിയും ന്യായവുമാണ്, അത് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ്. ഞാൻ നീതിയുള്ള ദൈവമാണ്, ഞാൻ ന്യായം പാലിക്കുന്ന ദൈവമാണെന്ന് യേശു പറയുന്നു. 114 സങ്കീർത്തനം 142-147 പറയുന്നു, നിൻ്റെ നീതി ശാശ്വത നീതിയാണ്, നിൻ്റെ കൽപ്പനകൾ ന്യായവും സത്യവുമാണ്, കൽപ്പനകൾ എൻ്റെ പ്രമോദമാണ്. അതുകൊണ്ട് കൽപ്പനകൾ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ഒരാളുടെ ക്യാരക്ടർ അസാസിനേഷൻ എന്ന് പറയുന്നതാണ് ലോകത്തിൽ ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെയാണ് തെറ്റായി ചിത്രീകരിക്കുകയും ദൈവത്തിന് സ്വഭാവമില്ല എന്ന് പറയുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ ഒരു തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് ഈ കൽപ്പനകൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഒരിക്കലും മാറാൻ പറ്റത്തില്ല. നമ്മൾ മുമ്പേ ഒരു കാര്യം പറഞ്ഞു, സഫയർ സ്റ്റോണിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. സഫയർ സ്റ്റോണാണ് ദൈവത്തിൻ്റെ സിംഹാസനം എന്ന് പറയുന്നു. പ്രകൃതിയിൽ എല്ലാത്തിനും തെളിവുകളുണ്ട്. നോക്കൂ, കടലും ആകാശവും ഇൻഫിനിറ്റ് ബ്ലൂ ആണ്. ഇത് ഇസ്രായേൽ ജനത്തിന് നീലത്തൊങ്ങൽ കെട്ടാൻ പറയുമ്പോൾ അവരെന്നും ഈ കൽപ്പനകൾ അനുസരിക്കാനുള്ള ഒരു ജ്ഞാപകമായിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നീലാകാശവും നീലക്കടലും കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതൊരിക്കലും മാറാത്തതാണ്, ഇതെന്നും അനുസരിക്കേണ്ടതാണ്, അത് ക്രിസ്തുവിൻ്റെ സ്വഭാവമാണെന്നാണ്. പാസ്റ്റർ, ഈ ദൈവത്തിൻ്റെ നിത്യമായ നിയമം അനുസരിക്കേണ്ടതില്ല, ഇത് മാറിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത് അനുസരിക്കേണ്ടതില്ല എന്ന് പറയുന്നതിൻ്റെ പലരും പല ഇത് യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ അവൻ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് മാത്രമല്ല ദൈവത്തോട് സമനാക്കിയതുകൊണ്ടും യഹൂദവർഗം അവന് കല്ലെറിയാൻ നോക്കിയെന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്ന ഇങ്ങനെ ചിന്തിക്കുന്നവർ പറയുന്നത് യേശു ക്രിസ്തു അതിനെ ലംഘിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ യേശു ക്രിസ്തു ഒരിക്കലും ലംഘിച്ചില്ല. മത്തായിയുടെ സുവിശേഷം അത് അവനെക്കുറിച്ചുള്ള ആരോപണമാണ്. അപ്പോൾ അത് യഹൂദന്മാർ ചെയ്ത ആരോപണമാണ്. ആ ആരോപണമാണ് ആധുനിക ക്രിസ്ത്യാനികളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16, 17, 18 ഭാഗങ്ങളിൽ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കൊണ്ടതിനോ നിങ്ങൾ നിരൂപിക്കരുത്, നീക്കുവാനല്ല നീർത്തിപ്പാൻ എത്രയാണെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും മാറിപ്പോകും വരെ സകല വചനങ്ങളും നിലനിൽക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനത്തിന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാൾ ഒഴിഞ്ഞു പോകുകയില്ല. അപ്പോൾ ഒരു വള്ളിയോ പുള്ളിയോ പോലും ഒഴിഞ്ഞു പോകില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് കൽപ്പനകൾ മാറിപ്പോകുന്നത്? എങ്ങനെയാണ്? തീർച്ചയായിട്ടും. അപ്പോൾ യേശു ക്രിസ്തു ഒരിക്കലും അത് മാറ്റിയില്ല, അത് മാറ്റാൻ സാധ്യമല്ല. അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു മാറ്റാത്തിടത്തോളം കാലം ഈ ഭൂമിയിൽ ആർക്കും അത് മാറ്റാനുള്ള അവകാശം കൊടുത്തിട്ടുമില്ല. പാസ്റ്റർ ബിനോയ്, നാം ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ നോക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശബ്ബത്ത് നാം പരിശോധിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ നിയമവുമായി അത് ഈടാർന്നൊരു ആഴത്തിലുള്ളൊരു ബന്ധം സ്ഥാപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്?
ഞാനാണ് എല്ലാത്തിൻ്റെ ഉടയവൻ, ഞാനാണ് സൃഷ്ടിതാവ് എന്ന് ദൈവം പറയുന്നു. നമ്മളെല്ലാവരും അവരുടെ ഉടമസ്ഥാവകാശം ആണ് അംഗീകരിക്കേണ്ടത്, നമ്മുടെ പിതാക്കന്മാരെ നമ്മൾ ബഹുമാനിക്കുന്നത് പോലെ തന്നെ. അതുകൊണ്ട് ചരാചരങ്ങളെ സൃഷ്ടിച്ചവനാണ് ദൈവം. കർത്താവെ, നീ സകലവും സൃഷ്ടിച്ചതിനും എല്ലാം നിൻ്റെ ഇഷ്ടത്താൽ ഹേതുവായി ഉണ്ടായതാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആകാശം ഭൂമിയും ചരാചരങ്ങളും സൃഷ്ടിച്ച് 7-ാമത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഞാൻ സൃഷ്ടിതാവാണെന്ന് ഓർക്കാൻ ഇത് പറയണം. പുറപ്പാട് 20-ാം അധ്യായത്തിൽ കൽപ്പനകൾ വിവരിക്കുമ്പോൾ പറയുന്നു, ഞാൻ 6 ദിവസം കൊണ്ട് സകലത്തെയും സൃഷ്ടിച്ചു, 7-ാം ദിവസം നിവൃത്തനായിരുന്നതുകൊണ്ട് ഈ ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ സാബത്ത് ഒരു അടയാളമാണ്. ആ അടയാളം സൂചിപ്പിക്കുന്ന ഒരു സീലാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെ സ്ഥാപിക്കലാണ്. ഞാനാണ് സൃഷ്ടിതാവായ ദൈവം, എൻ്റെ അധികാരപരിധി ഈ പ്രപഞ്ചം മുഴുവനാണ് എന്നുള്ള ക്രിസ്തുവിൻ്റെ ഉടമസ്ഥാവകാശത്തെ, എൻ്റെ സൃഷ്ടിതാവ് ദൈവമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു നിയമത്തിൻ്റെ ഏകകമാണ്, അടയാളമാണ് സാബത്ത്. അതുകൊണ്ടാണ് സാബത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി, നിയമത്തിൻ്റെ ഭാഗമായി വരുന്നത്. ദൈവ നിയമം അംഗീകരിക്കാത്തവർ ദൈവത്തിൻ്റെ അസ്തിത്വത്തെയും ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെയും ദൈവത്തിൻ്റെ നമ്മുടെ മേലുള്ളതായ ആധിപത്യത്തെയുമാണ് തള്ളിക്കളയുന്നത്. നമ്മുടെ ഒരു ചെറിയ ഇടവേളയ്ക്കുള്ളതായ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ദൈവ നിയമം അനുസരിക്കുന്നതിൻ്റെതായ പ്രാധാന്യം ഈ ആഴ്ചത്തെ പാഠം വിവരിക്കുന്നു. തുടർന്ന് കേൾക്കുന്നതിനായി ഞങ്ങളോടൊപ്പം തന്നെ ആയിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ജോസഫ്, ദൈവത്തിൻ്റെ വഴികൾ അത് നല്ലതാണ്, ദൈവത്തിൻ്റെ നിയമം അത് ശാശ്വതമാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ ചിലർ ഈ ദൈവ വഴികൾ അനുസരിക്കുന്നതായ അല്ലെങ്കിൽ ദൈവ നിയമത്തെ അനുസരിക്കുന്നതായ സെവൻത് ഡേ അഡ്വെൻറ്റിസ്റ്റുകാരെ അവർ നിയമവാദികളാണ് എന്ന ഒരു ആക്ഷേപ സ്വരത്തിൽ സംസാരിക്കാറുണ്ട്. പാസ്റ്റർക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അങ്ങനെ ഒരു ആരോപണം നമ്മുടെ മേൽ വരാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ ശബ്ദം അനുസരിക്കുന്നുള്ള മാത്രമാണ്. കാരണം മറ്റുള്ള കൽപ്പനകളിൽ മറ്റുള്ളവർക്ക് വലിയ ഒരു വിഭാഗം ആൾക്കാർ തമ്മിൽ ഒഴുകി ബാക്കി ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഒരു ലോകൈക സഭയ്ക്ക് മാത്രമേ അതിനുള്ള അഭിപ്രായ വ്യത്യാസമുള്ളൂ. കാരണം അവർ 1-ാം കൽപ്പനയിൽ തന്നെ വിഗ്രഹത്തെ വിടയ്ക്കുന്നുണ്ടെന്ന് പറയുന്നത് 2-ാം കൽപ്പന അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നവർ പഠിക്കുന്ന മറ്റു വിധം. എന്നാൽ സെവൻത് ഡേ സഭ പഠിക്കുന്നത് ശബത്ത് നാൾ ശുദ്ധീകരിപ്പാൻ ഓർക്കുക, റിമെമ്പർ ദ സാബത്ത് ഡേ ടു കീപ് ഇറ്റ് ഹോളി, ഇതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നമ്മെ ഈ നിയമവാദികൾ എന്ന് പറയാൻ കാരണമായിട്ടുള്ള എനിക്ക് മനസ്സിലാക്കി സാധിച്ചത്. അങ്ങനെയാണ് നാം ദൈവകൽപ്പന അനുസരിക്കുന്നത്. കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഇവരും അതൊക്കെ വായിക്കാൻ പഠിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. അഥവാ മനസ്സിലാക്കിയിട്ടും അവരെന്ത് ചെയ്യുന്നു, അത് മനഃപൂർവ്വം മറച്ചു വയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന എല്ലാവർക്കും അറിയാം, 7-ാം ദിവസം ആരാധിക്കേണ്ടതാണ് അവർക്ക് എല്ലാവർക്കും. വേദവസ്തുവിൽ അടിസ്ഥാനപരമായിട്ടുള്ള ആരാധനയാണ് അതെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അവർ സമ്പ്രദായങ്ങളാൽ അവരെന്ത് ചെയ്തു, അത് മാറ്റിക്കളയുന്നു. അതല്ല ദൈവത്തിൻ്റെ കൽപ്പന മാറ്റാനോ അതിൽ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിധത്തിൽ അത് കൂട്ടിക്കളയാനോ ആർക്കും അവകാശമില്ല. അപ്പം നമ്മളത് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ നിയമവാദികളാണ് എപ്പോഴും കൽപ്പന അനുസരിക്കണമെന്ന് പറയുന്നു എന്നുള്ള ചിന്താഗതി ഉള്ളവരാണെന്ന് പറയുന്നതിന് കാരണം അതാണ്. പാസ്റ്റർ, സാത്താൻ ഈ ലോകത്തിലുള്ളതായ ബഹുഭൂരിപക്ഷം മനുഷ്യരോടൊപ്പം ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തെ അനുസരിക്കുന്നവരോട് എതിർത്ത് പോരാടുകയാണ്. എന്തുകൊണ്ടാണ് ഈ ദൈവകൽപ്പന അനുസരിക്കുന്നവരോട് സാത്താന് ഒരു വേറിട്ട മനോഭാവമുള്ളത്? തീർച്ചയായിട്ടും ത്രിവിധ ദൂതുകൾ, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 12 വരെയുള്ള വാക്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ദൈവം ആഗ്രഹിക്കുന്നതാണ് ദൈവകൽപ്പന അനുസരിക്കുന്നവരും ക്രിസ്തുവിൻ്റെ വിശ്വസിക്കുന്നവരും ആയിട്ടുള്ളവരെയാണ് കർത്താവ് ദൈവത്തിൻ്റെ മക്കളായി കണക്കാക്കുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മഹാസർപ്പം സഭയോട്, സ്ത്രീയോട് കോപിച്ചു എന്നാണ്, സഭയോട് കോപിച്ചു. അവൻ ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്നവരുടെ സന്തതികളിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. ദൈവകൽപ്പന ദൈവത്തിൻ്റെ നിയമം അനുസരിക്കുന്നവരോട്, ദൈവത്തിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നവരോട് ആദ്യം മുതലുള്ള ആ കോപം, വിദ്വേഷം ഇപ്പോഴും സാത്താൻ തുടരുകയാണ്. ചരിത്രത്തിലുടനീളം നമ്മൾ കണ്ടു എങ്ങനെയാണ് ദൈവത്തെയും ദൈവവചനത്തെയും ദൈവജനത്തെയും സാത്താൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഈ ഭാഗം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. മർമ്മം മഹദിയാം ബാബിലോൺ,
ആണ് ഇതിൻ്റെ പിന്നിൽ സാത്താന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന അവരുടെ ഏജൻസി. ഈ ഏജൻസി ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരോട് ശത്രുതാപരമായി പെരുമാറാൻ സാത്താൻ ഉപയോഗിക്കുന്നത്. പാസ്റ്റർ ജോസഫ്, ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ മൃഗത്തെക്കുറിച്ചും മൃഗത്തിൻ്റെ അടയാളത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ചുരുക്കമായി ആരാണ് ഈ മൃഗം, ആ മൃഗത്തിൻ്റെ അടയാളം എന്താണ് എന്ന് പറയാം? ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി ചിന്തിക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്നതിനാണ് ഇവിടെ ഈ മൃഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ലൗകിക സഭ എന്ന് അഭിമാനിക്കുന്നവരാണ് അത് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു ചിന്താഗതി വന്നതും 7-ാം ദിന ആരാധനയ്ക്ക് പകരം 1-ാം ദിന ആരാധനയിലേക്ക് വന്നതിന് കാരണം അതാണ്. വേദോസ്തം പറയുന്നത് ദൈവം പറയുന്നത് ഞാൻ എൻ്റെ ശബ്ദങ്ങളെ അവർക്ക് അടയാളമായി കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. എഹെസ്കേൽ പ്രവചനത്തിൽ നാം വായിക്കുന്നത് എല്ലാ വിധത്തിലും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് എഹെസ്കേൽ പ്രവചനം 22-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നത് വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അത് പ്രത്യേകിച്ച് ശബ്ദം എന്നുള്ളത് ദൈവത്തിൻ്റെ അടയാളമാണ്. എന്നാൽ അതിന് കൗണ്ടർഫീറ്റ് അല്ല, അതിനെതിരായിട്ട് ഒരു നിയമം കൊണ്ടുവന്നു. ഞായറാഴ്ചകളെയും കടപ്പുള്ള ദിവസങ്ങളിൽ ശുദ്ധമായി ആയിരിക്കാൻ ഓർക്കുക എന്നുള്ളത്. മൃഗത്തിന് മുദ്രയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് ഞായറാഴ്ച ആരാധനയാണ്. അപ്പോൾ ദൈവത്തിന് മുദ്ര ദൈവത്തിൻ്റെ പരിശുദ്ധ ശബ്ദം. അതുകൊണ്ട് മൃഗത്തിന് മുദ്ര എന്ന് പറയുന്നത് ഞായറാഴ്ച ആരാധനയാണ്. ആ ഞായറാഴ്ച ആരാധനയോട് ബന്ധപ്പെട്ടുള്ള പാരമ്പര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം അതിൽ വരും. ആ ആരാധന രീതിയാണ് ഈ മൃഗത്തിന് മുദ്ര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം വേദപുസ്തകം പഠിക്കുന്നതായ സമയത്ത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ അവസാനത്തിൽ മൃഗത്തെ തിരിച്ചറിയാനുള്ളതായ അടയാളവും അതിൻ്റെ ഒരു സംഖ്യയുമൊക്കെ വിവരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നാം അത് വാസ്തവമായി പഠിക്കുകയാണെങ്കിൽ അത് റോമൻ കത്തോലിക്ക സഭയുടെ പരമാവധി അധ്യക്ഷനായ പോപ്പാണ് ആ മൃഗമെന്ന്. അത് ആ ഒരു വ്യക്തിയല്ല, ആ ഒരു സ്ഥാനത്തിലിരിക്കുന്ന ആളാണ് മൃഗമെന്ന് വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ടും സാധിക്കും. ഈ റോമൻ കത്തോലിക്ക സഭയാണ് ദൈവത്തിൻ്റെ വിശുദ്ധ കൽപ്പനകളെ മാറ്റുവാനും അത് ഇല്ലായ്മ ചെയ്യുവാനും അതിനോട് പ്രാതിനിധ്യം കാണിക്കാതെ അത് ഈഴ്ത്തി കാണിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുകയും മാനുഷിക കൽപ്പനകളെ പകരമായി കൂട്ടിച്ചേർക്കുകയും ദൈവത്തിന് വിരുദ്ധമായി ഒരു ആരാധന ദിവസം സ്ഥാപിക്കുകയും ചെയ്തത്. അപ്പോൾ മൃഗത്തിൻ്റെ അടയാളം പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നത് പോലെ അത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ കൽപ്പനകൾക്ക് വിരുദ്ധമായി ഒരു ദിവസം ആരാധന ദിവസമായി സ്ഥാപിക്കുകയും അങ്ങനെ ദൈവത്തിനെതിരെ ഈ ലോകത്തിലുള്ളതായ ദൈവ സഭയെന്നറിയപ്പെടുന്നവർ തന്നെ ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതായ ഒരു പ്രവണതയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ, ഈ ഒരു പശ്ചാത്തലത്തിൽ ത്രിവിധ ദൂതുകൾ പ്രസംഗിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ്? രാജ്യത്തിൻ്റെ ഈ സുവിശേഷം എല്ലായിടത്തും എത്തിച്ചേരുമ്പോൾ മാത്രമേ അവസാനമുണ്ടാകുകയുള്ളൂ. അപ്പം മാത്രമേ കർത്താവ് വരികയുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ചിലരെയെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ട് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറയുന്ന ഒരു ദൈവിക ദൗത്യം, എല്ലാവർക്കും രക്ഷ കൊടുക്കാനുള്ള ദൈവിക ദൗത്യം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സത്യം അറിയാത്തതായ അനേകര് പിശാചിൻ്റെ പിടിയിൽ അകപ്പെട്ട് കിടപ്പുണ്ട്. അവരെ തിരിച്ചെടുക്കാനുള്ള ഒരു ദൗത്യമാണ് ത്രിവിധ. അവസാനത്തെ മുന്നറിയിപ്പാണത്. നിങ്ങൾ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, അതുകൊണ്ട് സകല ഗോത്രത്തോടും ഭാഷയോടും വംശത്തോടും ജാതിയോടും അറിയിപ്പാൻ എൻ്റെ സകല സഭക്കാരോടും പറയാൻ എൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ട്. ആ സുവിശേഷമാണ് ഈ പറഞ്ഞ കാര്യം. അതാണ് സകല ഭൂചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിപ്പീൻ. സൃഷ്ടിച്ചവായ ദൈവത്തെ തിരിച്ചറിയാനുള്ള അടയാളമാണ് സാബത്ത് എന്ന് പറയുന്നത്. സാബത്തിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ സൃഷ്ടിതാവിനെ നമ്മൾ നിഷേധിക്കുന്നു എന്നാണ് അർത്ഥം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഉളവായതെല്ലാം അവനാൽ ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അപ്പോൾ സൃഷ്ടിതാവായ യേശുക്രിസ്തുവിനെ യോഹന്നാന്റെ സുവിശേഷം പറയുന്നു. അപ്പോൾ വേദപുസ്തകത്തിലുടനീളം കർത്താവായ യേശുക്രിസ്തുവിനെ സൃഷ്ടിതാവായി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരേ ഒരു സിമ്പൽ, അടയാളമാണ് സാബത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരെ ശബദ് അംഗീകരിക്കാത്തവർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ശബദ് അംഗീകരിക്കാത്തവർ ദൈവത്തിനുള്ളതല്ല എന്ന് നമുക്ക് പറയാം. ദൈവം വിധിക്കട്ടെ. എല്ലാവരും രക്ഷ പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ചർച്ചയിൽ ഈ പങ്കെടുത്തതായ നിങ്ങളെ ഇരുവരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പ്രിയ പ്രേക്ഷകരെ, ഞങ്ങളോടൊപ്പം ഈ സമയം വരെയും ഇരുന്ന് കേട്ടതിനാൽ ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവരാജ്യത്തിൻ്റെ പങ്കാളികളായി തീരുവാൻ ദൈവം നിങ്ങളെവരെയും സഹായിക്കുമാറാകട്ടെ.